If you know, you know, you know, if you know, you know, you know, if you know, you know, you know, if you know, you know, you know. All the best. Thank you. ഹായ് ഫ്രണ്ട്സ്, ഡ്രീമോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫൈനലി എൻ്റെ സ്കൂളും തുറന്നു ഗൈസ്. അപ്പം ഞാനിതാ രാവിലെ നല്ല ഐശ്വര്യമായിട്ട് എണീറ്റ്, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് നേരത്തെ പോകണം. അപ്പം എല്ലാവരും എന്നെ കൊണ്ടാക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. ഞാനും റെഡിയായി. അപ്പം എക്സൈറ്റഡ് ആണ് ഗൈസ് ഞാൻ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം എല്ലാവരും റെഡിയായി ഗൈസ്. ദിയമോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്. എന്നെ കൊണ്ടാക്കുമ്പോൾ ആ റൂട്ടിൽ ദിയമോളെ കൊണ്ടാക്കുന്നുണ്ട്. അപ്പം ദിയമോള് റെഡി ആയിക്കൊണ്ട് ഇവരുടെ സ്കൂൾ ഏകദേശം അടുത്തടുത്താണ് കേട്ടോ. മാത്രമല്ല ദേവുവിന് നേരത്തെ ക്ലാസ് തുടങ്ങും, 8:15 തുടങ്ങും. ഇന്ന് 9 മണിക്കുള്ളിൽ 8:30 ഉള്ളിൽ 8:45 9 മണിയുടെ ഉള്ളിൽ എത്തിയാൽ മതിയെന്ന് പറയും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ദേവുവിന് 8:15 ക്ലാസ് തുടങ്ങും. അപ്പം നേരത്തെ പോകണം. ഇപ്പം സമയം 7:45. അപ്പോൾ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവുവിന് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ ഞാൻ ചിരിച്ചെങ്കിൽ പ്ലസ് ആവുന്നുണ്ട്. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മനസ്സിലിപ്പം എന്താ നമുക്ക് നോക്കാം. ദേവുവിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ 100 കാര്യങ്ങൾ പറയാനുണ്ടാവുന്ന വന്നു കഴിഞ്ഞാല് പറയണം. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. സ്കൂൾ ഷൂ ആണ് ഗൈസ് ഇത്. ഇതിന്റെ പൊടുമ്പോ കുറച്ചുകൂടെ രസമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി. ചേച്ചിക്കുള്ളിൽ നന്നായി പഠിക്കണം, 5 മണിക്ക് എണീക്കണം. എനിക്കാണെങ്കിൽ 7:30 മണിക്ക് എണീച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക. പപ്പ റെഡിയായോ? അതെ, നന്നായി പഠിക്കുക, നല്ല കുട്ടിയാണെന്ന് പറയിപ്പിക്കുക. അതെ, അത്രയും പറയുള്ളൂ. നല്ല കുട്ടിയൊന്നും പറയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെയ്താൽ നല്ല കുട്ടിയെന്ന് പറഞ്ഞോളൂ. ബുക്ക് കിട്ടിയിട്ടില്ല, ബുക്ക് ഇല്ല. പിന്നെ റഫ് അവിടുന്ന് അടിച്ച് അളവെടുത്തിട്ട് അടിച്ച് കൊടുക്കും. അതെ, 2 ആഴ്ച. ദേവ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ദിവസം കളർ ഡ്രസ്സിൽ പോവാൻ പോണത്. LKG മുതൽ ഈ 10ാം ക്ലാസ് വരെ കളർ ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി 2 ആഴ്ച ഇടാം. ഏതാ ഡിവിഷൻ ഒന്നും അറിയില്ല. ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല. ഗ്രൂപ്പ് ഉണ്ടാവില്ലായിരിക്കും. കാരണം എല്ലാം അവിടെ ഓരോ 4-5 കുട്ടിക്കും ഓരോ മെന്റേഴ്സ് ഉണ്ട് അവിടെ. അവര് നമ്മളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാറ്. വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ എന്നേ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണ്ടല്ലേ? ഗ്രൂപ്പ് ഒന്നും ഉണ്ടാവില്ലേ? കാരണം ഈ ഒരുപാട് കുട്ടികൾ അവിടെ ഇവിടെ ഉള്ളതല്ലേ, നമ്പർ പോകണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് പ്രൈവസി ഉള്ള സ്കൂളാണ്. നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് നോർമലി സ്കൂളത്തെ പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ചോദിച്ചിരുന്നുണ്ടോ ഇന്റർനാഷണൽ ലെവലായതുകൊണ്ട് അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇറങ്ങി നമ്മള് 8:30 8 മണിക്ക് പോകണം വിചാരിച്ചാണ്. 8:45 അവിടെ എത്തിയാൽ മതി. മോളെ കൂടെ വിടാണ്ടായതുകൊണ്ടാണ്. മോളൊരു 9:20 എത്തിക്കണം. നമ്മളെ ബസ് അവിടുന്ന് പിന്നെ 5 മിനിറ്റ് ഇല്ല. നമ്മളെ ബസ് വരുന്ന സമയല്ലേ? ശരിയാണ്. ഇപ്പൊ ബസ്സിൽ കയറ്റിട്ടാലോ ദിയമോളെ? ആണോ? മോളും കൂടെ കണ്ടോട്ടെ സ്കൂള്. ഞാൻ കുറെ കണ്ടതാ. സ്വിമ്മിങ്ങിന് പോണ സ്കൂളാണ്. അത് പറ്റിയ സാധനം മുന്നിക്ക് വെക്കുള്ളൂ. ദേവുവിന് ക്ലാസ് തുടങ്ങാം. പോയിട്ട് വരൂ. പൊളിക്കേ പുതിയ സ്കൂള്.
ഫ്രണ്ട്സ് ദിയമോള് ഇവിടെ ഇറങ്ങാണ്. ദിയമോള് പൂക്കോട് മടത്തുനിന്ന് നേരെ ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞു. ദിയ അപ്പൊ വൈകുന്നേരം കാണാം, വന്നിട്ട് കാണാം. അതെ ദിയ എന്നാ നോക്കി കയറിട്ടോ. ഫ്രണ്ട്സ് ഞങ്ങള് ഓൾമോസ്റ്റ് സ്കൂളിൻ്റെ അവിടെ എത്തി. ഒന്ന് വലത്തോട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. സ്കൂളെത്തി. സ്കൂള് യെസ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയിട്ട് ഇടതുവശത്തല്ലേ സ്കൂള്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇങ്ങനെ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവിടുന്നവരുണ്ട്. പിന്നെ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ കയറുന്നവരുണ്ടാവും. ഉണ്ട്. സ്കൂള് കൊണ്ടാക്കാൻ വേണ്ടി വന്നോ? അല്ല, ഇന്നാണ് നമ്മളോട് ഡേറ്റ് പറഞ്ഞത്. ബോർഡിംഗ് അല്ല. അവിടെ എന്തായാലും ആയിരിക്കില്ല. അപ്പൊ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. പേടിയാവണ്. കുട്ടീനെ വരണം. എന്റെ പേര് സീക്കോ തോമസ്. നമ്മള് ചെറിയ അതല്ലേ നമ്മള് സാധാരണ ചെറിയ കുട്ടികളെ അംഗനവാടി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ എനിക്കും അതേമാതിരി തോന്നുന്നത്. അപ്പം ഞാൻ സ്കൂളിലെത്തി. അവന് പോയി വന്നിട്ട് കാണാൻ കഴിച്ചു. ഇന്ന് ഞങ്ങൾ കൊണ്ടുവരാൻ വരാം. അപ്പം ബാക്കി കാര്യങ്ങളോട് ചെന്നിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പോയിക്കോ, വന്നോ. നിങ്ങൾ കൊണ്ടാക്കിയിട്ട് പോരെ. ചെല്ലേ. ഞാൻ വരാം. മെൻറ്ററിനെ കണ്ടാൽ മതി. നമുക്ക് പോയി നോക്കാമല്ലോ. ഓക്കെ. അങ്ങനെ ദേവുനെ ക്ലാസ്സിലാക്കി നമ്മൾ പോയില്ല, ടീച്ചർ കൊണ്ടാക്കി. പിന്നെ ദേവുന് നല്ല ടെൻഷൻ ഉണ്ട്, ഒപ്പം ഞങ്ങൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അതെ, പോയിട്ടുണ്ട്. 20 കുട്ടികളാണ് ഒരു ക്ലാസ്സിലെന്ന് പറഞ്ഞു. പിന്നെ ദേവ് പറഞ്ഞ പോലെ ആരും പരിചയക്കാരുണ്ടാവരുതേ എന്ന് വിചാരിച്ചു. പക്ഷെ കൊണ്ടാക്കി കഴിഞ്ഞ് മിസ് വന്നപ്പോൾ പറഞ്ഞു, എല്ലാവരും ദേവിനെ അറിയുന്ന കേട്ടോ, അവർ പറയുന്ന കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല അല്ലേ? പോവല്ലേ? 4 മണിക്ക് എത്താനാ പറഞ്ഞത്. 3:40 വരെ ക്ലാസ്. പിന്നെ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് 4 മണിക്ക് എത്തിയാൽ മതി പറഞ്ഞു. യാ, ഓൾ സെറ്റ്. ഞാൻ ഇവിടുത്തെ വരെ ബസ് ഡ്രൈവറെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. അപ്പോൾ ഒരു 8 മണിക്ക് ഇവിടെ കാളിയാവുന്ന മൂക്കുടുമാടത്തുനിന്നായിട്ട് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. ഓരപ്പം നിന്നാ മതി പറഞ്ഞു. 8:10 പറഞ്ഞ ബസ്സിൻ്റെ 8 മണി മൂപ്പർ പറഞ്ഞ 8 മണിയാകുമ്പോൾ എത്താൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഓരോ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഒരു വരുന്നുണ്ട് പൂക്കുടുമാടം കാളിയാവ് പോയിട്ട് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നുണ്ടാവുക. ടീച്ചർ കൊണ്ടാക്കി ചെന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, പിന്നെ കുട്ടികൾക്കൊക്കെ അറിയാൻ തോന്നുന്നു, അവര് കുട്ടികളെ കണ്ടപ്പോൾ സംസാരിക്കുന്ന കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ മോളെ ഞങ്ങൾ സ്കൂളിലാക്കി. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്കൂളിൽ കൊണ്ടാക്കിയത്. നന്നായിട്ട് പഠിക്കുമായിരിക്കും. 4 മണിയാവുമ്പോ എത്താൻ പറഞ്ഞു. ഒരു 3:30 എന്നാ പിന്നെ പോകുമ്പോ ദിയമോളെയും കൊണ്ട് അത് നടക്കൂല. രണ്ട് സ്ഥലവും സമയമായതുകൊണ്ട് വന്നിട്ടൊന്ന് കാണാട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കാണണം. കാരണം അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും നമ്മളോട്. ഇന്നത്തെ വിശേഷങ്ങള് ദേവ് വന്നിട്ട് കാണാം. 5 hours later. അങ്ങനെ 3:45 സമയം. ഞങ്ങൾ ദേവുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. 4 മണിയാവുമ്പോഴേ വിടുള്ളൂ. അപ്പം ഞങ്ങൾ 3:30 ഇറങ്ങണം എന്ന് വിചാരിച്ചതൊന്നും പറ്റിയില്ല. 3:40 അതെ, നമ്മൾ ഇത്രയും നേരം കൊണ്ട് അവിടെ എത്തുമോ? അവിടെ ഇറങ്ങി വരുന്നതെന്ന് കാണണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിരിക്കുന്നു. റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന പറഞ്ഞത് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് മഴ ചാറിയുണ്ട്. നമുക്ക് ദേവനെ പിക്ക് ചെയ്യാം കേട്ടോ.
ദ ഗേറ്റ്, കവാടം തുറക്കട്ടെ. കിട്ടിയോ? പോട്ടെ എന്നാലും. നിങ്ങള് ക്ലാസ് അടുത്തടുത്താണോ? ഞങ്ങള് മെസ്സിൽ വെച്ചാ കാണാറ്. ആണോ? മെസ്സിൽ ഞങ്ങൾ ഒപ്പം ഇരിക്കാം. ഫ്രണ്ട്സ് അങ്ങനെ വന്നിരിക്കുന്നു. ഞങ്ങള് പിന്നെ കുട്ടികളെ പെടണ്ടോ വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് എടുക്കുന്നത്. ആണോ ചൂടാ? ഓ അങ്ങനെ വണ്ടിയിലുള്ള ചൂടുണ്ടോ? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാവും പറഞ്ഞത്? മൊത്തത്തിൽ അടിപൊളി. അതാണ് ആദ്യം അറിയണ്ടത്. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. വിചാരിച്ച പോലെയായിരുന്നോ? വിചാരിച്ചോ? ടെൻഷൻ മാറിയോ പെട്ടെന്ന് പോയോട്? ടെൻഷൻ ക്ലാസ്സിലെത്തിയപ്പോ മാറി. എന്താ അറിയോ, എന്നെ ക്ലാസ്സിക്ക് മെന്ററാണ് കൊണ്ടാക്കിയത്. അതില് ക്ലാസ് ചെന്ന ഉടനെ തന്നെ പപ്പ പറഞ്ഞില്ലേ, എല്ലാരും കാണുമ്പോ എല്ലാരും കരഞ്ഞിരിക്കും. അപ്പൊ യോ ബ്രോ പറഞ്ഞില്ലേ, അങ്ങനെ പറയാൻ പറഞ്ഞില്ലേ. ഞാൻ ക്ലാസ്സിക്ക് വന്നപ്പോ കുട്ടികള് യോ യോ എക്സ്പ്രഷൻ oh my god, I can't believe, hey bro, look at this, so it's this ഒക്കെ പറഞ്ഞിട്ട് അതില് ക്ലാസ് ടീച്ചർ എത്രാം നമ്പർ ആണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡേ സ്കോളർ ആണ് പറഞ്ഞു. ഓ ഡേ സ്കോളർ ആണോ? അതാ ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ക്ലാസ് ടീച്ചർ വന്നു. ക്ലാസ് ടീച്ചർ വന്നു എന്റെ മുഖത്തേക്കോട്ട് I saw you somewhere. എന്താ തിന്നെ ലോഡഡ് നമ്മള് കട്ടൻ ചായ അവിടെ കട്ടൻ ചായ മോമോസും പാൽച്ചായ ഉണ്ടായിരുന്നു. പക്ഷേ ഷുഗർ സെപ്പറേറ്റ് ആഡ് ചെയ്യാനായിരിക്കും ആൾക്കാർ ഷുഗർ ഉള്ള ഒരു ജഗ് ഉണ്ട്. അല്ല ഷുഗർ കട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ എക്സ്പ്രഷൻ ക്യൂനൊക്കെ അല്ലേ? അപ്പൊ പറഞ്ഞു പിന്നെ ടീച്ചർ വന്ന് ടീച്ചർക്ക് മനസ്സിലായി. പിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. സർക്കിളിലായിരുന്നത് ഫസ്റ്റ് ചെയറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാന് ഹോബീസ് സിംഗിങ്, ഡാൻസിങ്, ആക്ടിങ് എന്ന് പറഞ്ഞു. ആക്ടിങ്, so you have you acted in a short film or something ആണ്. യെസ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇംഗ്ലീഷിൽ ഫുൾ എല്ലാവരും സ്റ്റുഡൻസും പരസ്പരം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണേ. ഞാൻ എന്നിട്ട് പിന്നെ വിചാരിച്ചു മലയാളികളാരും ഇല്ലേ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എപ്പോ സ്റ്റോറിൽ പോയപ്പം ഹെൽപ്പ് ചെയ്യണോ ചോദിച്ചു. കുഴപ്പമില്ല, മലയാളി. പക്ഷെ എന്റെ ഇപ്പുറത്തിരിക്കണ തമിഴ്നാട്ടുകാര്, പുറകിലിരിക്കണ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞത്, പിന്നെ കൊച്ചി, കോഴിക്കോട്, ഇവിടെയുള്ള ആരുമില്ല. കേരളത്തിലുള്ള പല സ്ഥലത്ത് ആൾക്കാരായിട്ട് കണക്ഷൻ ആവുമല്ലോ. പിന്നെ 2 പീരീഡ് കഴിഞ്ഞപ്പം ചായ കുടിക്കാൻ പോയി. ചായയും പിന്നെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് അതും. പിന്നെ ലഞ്ചിന് എത്ര കറികളുണ്ടേന്ന് അറിയോ? പൊന്നരി ഉണ്ടായിരുന്നു, സാധാ അരി ഉണ്ടായിരുന്നു, നമ്മളരി എടുത്ത്. പിന്നെ ഈ തക്കാളിയും പരിപ്പും കൂടെ ഉള്ള കറിയില്ലേ, അതും. പിന്നെ സാമ്പാർ, മുട്ട പൊരിച്ചത്, പപ്പടം, കോളിഫ്ലവർ ഫ്രൈ, പിന്നെ പിന്നെ സൈഡില് ലാസ്റ്റ് മറ്റേ വാട്ടർമെലനും കുക്കുംബറും ഒക്കെ അരിഞ്ഞത് തന്നു. നോൺ വെജ് ഒന്നുമില്ല? നോൺ വെജ് രാത്രിയാണ് ചിക്കൻ ഉണ്ടാവുക. എല്ലാ രാത്രി ചിക്കൻ ഉണ്ടാവും. ഉച്ചക്ക് വെജ് അല്ല, ഫ്രൈഡേ ബിരിയാണി. ഉണ്ടോ? ഫ്രൈഡേ ബിരിയാണി. ഫ്രൈഡേ ബിരിയാണി. ക്ലാസ് എടുത്തോ? ക്ലാസ് എല്ലാത്തിന്റെ ബേസിക് എടുത്തു. നാളെ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞു. പിന്നെന്താ, ടീച്ചേഴ്സ് ഒക്കെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. ഇന്ന് മൊത്തം പരിചയപ്പെടലും ഇതൊക്കെയായിരുന്നു. പരിചയപ്പെടലൊക്കെ. എങ്ങനെയുണ്ട് ക്ലാസ്സിലെ കോസ്റ്റ്യൂംസ് കുട്ടികളുടെ? എല്ലാരും ജീൻസും ബാഗിയും ടോപ്പും, പിന്നെ ഷർട്ട് പോലത്തെ സാധനങ്ങള്. ഷർട്ട് അങ്ങനത്തെ. എന്താ എന്നോട് ബയോളജി സാർ എല്ലാ കുട്ടികളോടും സിറ്റി, ബ്യൂട്ടിഫുൾ സിറ്റി വരയ്ക്കാൻ പറഞ്ഞു.
ഇന്നലെ രാത്രി അമ്മ പറഞ്ഞു ദേവോ ബയോളജിയില് ടീച്ചർ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ചോദിക്കും പറഞ്ഞു. അതില് ഞാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ചോദിച്ചോട്ടെ. അതില് അമ്മ പറഞ്ഞു എന്താ ഇതെന്താ പെട്ടെന്ന് സാറ് എന്തേലും വരയ്ക്കാൻ ചോദിച്ചാൽ എന്താ വരയ്ക്കുക ചോദിച്ചു. അതില് ഞാൻ പറഞ്ഞു ഞാൻ വീടും മലയും വരയ്ക്കും പറഞ്ഞു. പിന്നെ പറഞ്ഞു ചോദിച്ചു ഞാൻ ഹാർട്ട് വരച്ചു കൊടുക്കണം പറഞ്ഞു. പക്ഷെ എന്നോട് എല്ലാരോടും സിറ്റി വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ കുറെ ബിൽഡിങ്ങുകൾ വരച്ചു വെച്ചു. പിന്നെ അപ്രീസിയേഷൻ കിട്ടിട്ടോ. ബുക്കൊക്കെ കിട്ടിട്ടോ. ഈ ബാഗ് നിറച്ച് ബുക്ക് ഉണ്ട്. എല്ലാ ബുക്കും കിട്ടിയോ? ആ എല്ലാ ബുക്കും കിട്ടി. ബുക്ക് പെൻസില് പെന്ന് സ്കെയില് പൗച്ച് ഭാഗ്യം നമ്മള് വാങ്ങി. ഫ്രണ്ട്സ് ഞങ്ങൾ ദിയമ്മോളെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ദിയമോളെത്തി. ദിയമോൾ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എന്താ ആദ്യമായിട്ടൊന്നും ഫുള്ള് തഗ്ഗാണ് ഇപ്പൊ. വലിയ നിങ്ങള് വലിയ ആൾക്കാർ നിങ്ങള് ഹൈപ്പൊക്കെ കൊടുക്കണില്ല, ചേച്ചിക്ക് മാത്രം. എന്താ ചൂട്. നിങ്ങള് ഹാളിലും ഡൈനിങ് ഹാളിലൊക്കെ കേട്ടോ. ഇപ്പൊ രണ്ടാള് സ്കൂള് വിട്ട് വന്നു. രണ്ടാളും 2 സമയത്താണ് വരുന്നത്, 2 സമയത്താണ് പോകുന്നത്. അതാണ് ടാസ്ക്. ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് ടെക്സ്റ്റും നോട്ടും എല്ലാം കിട്ടിട്ടോ. ഞാൻ ഡയറിയില് നമ്മളെ സ്റ്റുഡൻസ് പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഞാൻ ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നു. ഡയറി കിട്ടി. ദിയമോക്ക് ഒരു ട്യൂഷൻ ടീച്ചർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. والعود دندن لي والطبل طبطب 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 لي 140 പേജിന്റെ നോട്ടാണ് ഗൈസ് ഇത്. പിന്നെ ബയോളജിക്ക് 2 ബുക്ക്. ഇത് പ്രാക്ടിക്കലിന്റെ കെമിസ്ട്രി, ഇത് ഫിസിക്സ് പ്രാക്ടിക്കല്. ഫിസിക്സ് 2 ടെക്സ്റ്റ് ഉണ്ട്. ഇതാണ് 2 ടെക്സ്റ്റ്. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത്. ഇത് കെമിസ്ട്രി, ഇത് ബയോളജിന്റെ പ്രാക്ടിക്കല്. കെമിസ്ട്രി ചാപ്റ്റർ അല്ല, പാർട്ട് 1, ഇത് പാർട്ട് 2. ബയോളജി ഒറ്റ ടെക്സ്റ്റ് ഉള്ളൂ. ബയോളജി ആരാണ്? ബയോളജി ഒന്നുള്ളൂ തോന്നുന്നുണ്ടോ? ഒന്ന് ഇത്. അപ്പൊ ഇതൊക്കെ എനിക്ക് സ്റ്റഡി ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കണം ഗൈസ്. In Chandran's house near playground are there. ഗൈസ് അപ്പൊ ഞാൻ ബുക്കൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. നാളത്തെ ടൈം ടേബിൾ വരുമായിരിക്കും, മെന്റർ അയക്കുമായിരിക്കും. അപ്പം After school. അത് വെച്ചിട്ട് പിന്നെ നമുക്ക് പിന്നെ ടൈം ടേബിൾ എടുത്ത് വെച്ചാൽ മതി. ഒക്കെ ഇവിടെ വെച്ചോളാം, എടുത്ത് വെക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഒക്കെ ഇന്ന് പൊതിയണം. അതുകൊണ്ട് ഇന്നൊന്നും വെക്കണ്ട, പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് വെക്കാം. ഇവിടെ ഇരുന്നോട്ടെ, മേശപ്പുറത്തിരുന്നോ. എന്താണ് ശരി. ലബോറട്ടറി മാനുവൽ ഗോയിങ് ടു സ്റ്റഡി ലബോറട്ടറി. അപ്പൊ അതൊക്കെ പറയുന്നത് ഇവിടെ പ്രിൻസി ആൻറ്റി കിടന്നുറങ്ങുന്നുണ്ട്.